life, every man has twin obligations. Obligation to his family, to his parents, to his wife and children. And he has an obligation to his people, his community, his country. അതായത് ഒരു മനുഷ്യന് രണ്ട് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ട്വിൻ ഒബ്ലിഗേഷൻസ്. രണ്ട് റെസ്പോൺസിബിലിറ്റീസ് ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ളത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ പാരൻസിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഈ രണ്ട് റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. In a civil and humane society, each man is able to fulfill those obligations according to his own inclinations and abilities. അതായത് ഒരു സാധാ സൊസൈറ്റിയിൽ എല്ലാവരുടെയും സിവിൽ ആൻഡ് ഹ്യൂമൻ, അതായത് ഡെമോക്രാറ്റിക് ആൻഡ് ഹ്യൂമൻ വാല്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സൊസൈറ്റി ആണെങ്കിൽ എല്ലാ മനുഷ്യനും ഈ രണ്ട് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ എ കൺട്രി ലൈക്ക് ദ സൗത്ത് ആഫ്രിക്ക, ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഫോർ എ മാൻ ഓഫ് മൈ ബർത്ത് ആൻഡ് കളർ ടു ഫുൾഫിൽ ബോത്ത് ഓഫ് ദീസ് ഒബ്ലിഗേഷൻസ്. അതായത് സൗത്ത് ആഫ്രിക്കയിൽ എന്നെ പോലുള്ളൊരു മനുഷ്യന്, ഇദ്ദേഹം ഇപ്പം നടക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ പറയുന്നത്, പണ്ട് നടന്നിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നെ പോലുള്ളൊരു മനുഷ്യൻ, അതായത് ബർത്ത് ആൻഡ് കളർ ഒരു ബ്ലാക്ക് ആയിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നില്ല. ഇൻ സൗത്ത് ആഫ്രിക്ക, എ മാൻ ഓഫ് കളർ ഹൂസ് അറ്റംപ്റ്റഡ് ടു ലിവ് ആസ് എ ഹ്യൂമൻ ബീങ് വാസ് പണിഷ്ഡ് ആൻഡ് ഐസൊലേറ്റഡ്. In South Africa, a man who tried to fulfill his duty to his people was inevitably ripped from his family and his home and was forced to live a life apart, a twilight existence of secrecy and rebellion. സൗത്ത് ആഫ്രിക്കയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കി അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണെങ്കിൽ ബ്ലാക്ക് മനുഷ്യനായതുകൊണ്ട് അവരെ പണിഷ് ചെയ്യായിരുന്നു, അവരെ ഒറ്റപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഇനി ആ മനുഷ്യൻ തന്നെ നാട്ടിലിറങ്ങി നാട്ടുകാർക്ക് സഹായം ചെയ്യാൻ ആൾക്കാരത് വിചാരിക്കും, വൈറ്റ് പീപ്പിൾ അത് വിചാരിക്കും അത് അവരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വല്ല പ്ലാൻ കൊണ്ടാണ് ഇവർ വരുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ അവോയ്ഡ് ചെയ്തിട്ട് പതുക്കെ അവർ മരിച്ചു പോകും. ഇതായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ പണ്ടുണ്ടായിരുന്ന സംഭവം. I did not in the beginning to choose to place my people above my family, but in attempting to serve my people, I found that I was prevented from fulfilling my obligations as a son, a brother, a father and a husband. അതായത് ആദ്യം ഇദ്ദേഹം ഫാമിലിക്കായിരുന്നു കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത്, ആൾക്കാരെ ഫാമിലിയുടെ മുകളിൽ കണ്ടിരുന്നില്ല. പക്ഷേ ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങിയപ്പോൾ, ആൾക്കാരെ സെർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു മകൻ എന്ന നിലയിൽ, ഒരു ബ്രദർ എന്ന നിലയിൽ, ഫാദർ ആൻഡ് ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല എന്ന്. I was not born with a hunger to be free. I was born free in a way that I could know. അതൊരു നല്ല കോട്ടാണ് കേട്ടോ. അതായത് ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ഫ്രീ ആവണം എന്ന ആഗ്രഹം കൊണ്ടായിരുന്നില്ല ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഞാൻ ഫ്രീ ആയിരുന്നു. എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു. ഫ്രീ ടു റൺ ഇൻ ദ ഫീൽഡ്സ് നിയർ മൈ മദേഴ്സ് ഹട്ട്, ഫ്രീ ടു സ്വിം ഇൻ ദ ക്ലിയർ സ്ട്രീം ദാറ്റ് റാൻ ത്രൂ മൈ വില്ലേജ്, ഫ്രീ ടു റോസ്റ്റ് മീലീസ് അണ്ടർ ദ സ്റ്റാർസ് ആൻഡ് റൈഡ് ദ ബ്രോഡ് ബാക്സ് ഓഫ് സ്ലോ മോർണിംഗ് ബേർഡ്സ്. അതായത് ഞാൻ ജനിച്ചപ്പോൾ ഞാൻ അറിഞ്ഞ രീതിയിലൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ ഓടിക്കളിക്കാം, റിവേഴ്സിൽ സ്വിമ്മ് ചെയ്യാം, സ്റ്റാർസിൻ്റെ അണ്ടർ കോൺ റോസ്റ്റ് ചെയ്യാം, അത് കഴിക്കാം, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യായിരുന്നു. As long as I obeyed my father and abided by the customs of my tribe, I was not troubled by the laws of man or God. ഞാൻ എൻ്റെ അച്ഛനെ അനുസരിച്ചിരുന്ന കാലം തൊട്ട്, ആ ചെറുപ്പകാലത്ത് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ലോസിനെയും എഗെയിൻസ്റ്റ് ആയിരുന്നില്ല, ഞാൻ ഹാപ്പി ആയിരുന്നു, ഞാൻ ഫ്രീ ആയിരുന്നു എന്നൊക്കെ. It was only when I began to learn that my boyhood freedom was an illusion, when I discovered as a young man that my freedom had already been taken from me, then that I began to hunger for it. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ബോയ്ഹുഡ് എന്ന ഫേസിൽ നിന്ന് വലുതായപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ചെറുപ്പത്തിൽ കിട്ടിയ ഫ്രീഡം ഒക്കെ ഒരു ഇല്യൂഷനായിരുന്നു, ഒരു ഫാൻറ്റസി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു യങ് മാൻ ആയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ശരിക്കും ഫ്രീഡം ഉണ്ടായിരുന്നില്ല, എൻ്റെ ഫ്രീഡം ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ആ ഡിസയർ വന്നത്, ഫ്രീ ആവണം എന്നുള്ളൊരു ഡിസയർ വന്നത്. I want freedom only for myself, the transitory freedom of being able to stay out night, read what I please and go wherever I choose. അതായത് ആ ഒരു സമയത്ത് എനിക്ക് മാത്രം ഫ്രീഡം മതിയായിരുന്നു. എൻ്റെ ആവശ്യം എനിക്ക് ഫ്രീഡം വേണം, ടെമ്പററി ആയിട്ടല്ല, പക്ഷെ പെർമനൻ്റ് ആയിട്ട് എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് പോകണം, എനിക്കിഷ്ടമുള്ള ഇത് വായിക്കണം, എനിക്കിഷ്ടമുള്ള സമയത്ത് പുറത്തൊക്കെ പോകണം, എനിക്കിഷ്ടമുള്ളിടത്ത് പോകണം, എന്താണ് എൻ്റെ ഇഷ്ടം അതിനനുസരിച്ച് എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു അദ്ദേഹത്തിന് വന്നു. Later, as a young man in Johannesburg, I yearned for the basic and honorable freedom of achieving my potential, for earning off my keep and for marrying and having a family, the freedom not being obstructed in a lawful life.
അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ നാട്ടിൽ സെറ്റിൽ ആയപ്പോൾ അദ്ദേഹം ബേസിക് ആയിട്ടുള്ള ഫ്രീഡംസൊക്കെ അദ്ദേഹത്തിന് വേണം തുടങ്ങി. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ അച്ചീവ് ചെയ്യണം, മാരേജിന് ചെയ്യണം, ഒരു ഫാമിലി ലിവ് ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹം വന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ ഫ്രീഡംസ് ഒന്നും കിട്ടിയിരുന്നില്ല. But then I slowly saw that not only I was not free, but my brothers and sisters were not free. I saw that it was not just my freedom that was curtailed, but the freedom of everyone who looked like I did. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലായി, എനിക്ക് മാത്രമല്ല ഈ ഫ്രീഡം ഇല്ലാത്തത്, എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നെ പോലെ ഇരിക്കുന്നവർക്കൊന്നും ഫ്രീഡം ഇല്ല. അത് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് പീപ്പിൾസിനൊന്നും ഫ്രീഡം കിട്ടുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത്, ബ്ലാക്ക് പീപ്പിൾസിനൊന്നും ഫ്രീഡം കിട്ടുന്നില്ല എന്ന്. That is when I joined the African National Congress, and that is when the hunger for my own freedom became the greater hunger for the freedom of my people. അതായത് ഈ സമയത്തായിരുന്നു അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്തിരുന്നത്. അതൊരു പാർട്ടി അപ്പാർത്തൈഡ് സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയുള്ള ഒരു പാർട്ടി ആയിരുന്നു. ആ സമയത്താണ് എനിക്ക് ഫ്രീഡം വേണം എന്നുള്ള ഡിസയർ മാറിയിട്ട് എൻ്റെ പീപ്പിൾസിന് ഫ്രീഡം വേണമെന്ന് അയാൾക്ക് വന്നത്. It was this desire for the freedom of my people to live their lives with dignity and self-respect that animated my life. അതായത് ഈ ഒരു ആൾക്കാർക്ക് ഫ്രീഡം വേണം, അവരുടെ ജീവിതം അവരുടെ അഭിമാനത്തോടെ ജീവിക്കണം, അവർക്ക് കിട്ടേണ്ട റെസ്പെക്റ്റോടെ ജീവിക്കണം എന്നുള്ളൊരു തോട്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് അനിമേറ്റഡ് മൈ ലൈഫ്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗോൾ ഡിസൈഡ് ചെയ്തത്. അനിമേറ്റഡ് മൈ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസൈൻഡ് ദ ഗോൾ ഓഫ് ഹിസ് ലൈഫ് that transformed a frightened young man into a bold one, that drove a law-abiding attorney to become a criminal, that turned a family-loving husband into a man without a home, that forced the life-loving man to live like a monk. അതായത് ഈ ഒരു ഐഡിയാസ്, അതായത് പീപ്പിൾസിന് എല്ലാവർക്കും ഫ്രീഡം വേണം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ഒരു പേടിച്ച ഒരു മനുഷ്യനിൽ നിന്ന് ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഉണ്ടാക്കിയത്. അതായത് അദ്ദേഹം മുന്നേ ഫ്രൈറ്റൻഡ് ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കറേജസ് അല്ലാത്തൊരു മനുഷ്യനെ ബോൾഡാക്കി, ലോ അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു ലോയറിനെ ഒരു ക്രിമിനലാക്കി മാറ്റി, ഫാമിലി ലവിങ് ഹസ്ബൻഡ് ഒരു ഫാമിലി മാനെ മാറ്റിയിട്ട് വീടില്ലാത്തൊരു മനുഷ്യനാക്കി മാറ്റി, ഒരു ലൈഫിനെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ ലിവ് ലൈക്ക് എ മോങ്ക് എന്ന് പറയുന്നത്. മോങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ട് ഓഫ് ദ ലിവിങ് വേൾഡ്, അതായത് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാൾ, ലോകത്തിൻ്റെ സുഖങ്ങളിൽ നിന്നും സന്തോഷത്തിൽ നിന്നും ഹാപ്പിനെസ്സിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാൾ. അങ്ങനെയാക്കി മാറ്റി ഈ ഒരു തോട്ട് അദ്ദേഹത്തിന്. സോ ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഐ ആം നോ മോർ വിച്ച് സെൽഫ് സാക്രിഫൈസിങ് ദാൻ ദ നെക്സ്റ്റ് മാൻ, ബട്ട് ഐ ഫൗണ്ട് ദാറ്റ് ഐ കുഡ് നോട്ട് ഈവൻ എൻജോയ് ദ പുവർ ആൻഡ് ലിമിറ്റഡ് ഫ്രീഡം ഐ വാസ് അലൗഡ് വെൻ ഐ ന്യൂ മൈ പീപ്പിൾ വർ നോട്ട് ഫ്രീ. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സെൽഫ് സാക്രിഫൈസിങ് മനുഷ്യനൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എനിക്ക് കിട്ടിയ ഫ്രീഡം മറ്റുള്ളവർക്ക് കിട്ടാണ്ടാവുമ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീഡം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ പീപ്പിൾസിന് ഫ്രീഡം ഇല്ല. Freedom is indivisible. The chains on any one of my people will chains on all of them. The chains on all of my peoples will chain on me. അദ്ദേഹം പറയുന്നത് എൻ്റെ മനുഷ്യർക്ക്, എൻ്റെ ആൾക്കാർക്ക്, എൻ്റെ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ആ നാടിൻ്റെ ആൾക്കാർക്ക് അതിൽ ഏതെങ്കിലും ഒരാളുടെ മേൽ ചങ്ങലയിട്ടാൽ, അത് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഫ്രീഡം കൊടുക്കാണ്ടിരുന്നാൽ അത് എല്ലാവരുടെ മേൽ ചങ്ങലിടുന്ന പോലെയാണ്. അതായത് എല്ലാവരുടെയും ഫ്രീഡം എടുത്ത് കളയുന്നത് പോലെയാണ്. പക്ഷേ എല്ലാവരുടെയും ഫ്രീഡം എടുത്ത് കളഞ്ഞാൽ, എല്ലാവരുടെ മേൽ ചങ്ങലിട്ടാൽ അത് എൻ്റെ മേൽ ചങ്ങലിടുന്ന പോലെയാണ്, അത് എൻ്റെ ഫ്രീഡം എടുത്ത് കളയുന്ന പോലെയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഒരു മനുഷ്യന് ഫ്രീഡം കിട്ടിയില്ലെങ്കിൽ അത് എല്ലാവർക്കും ഫ്രീഡം കിട്ടാത്ത പോലെയാണ്, അത് എല്ലാവർക്കും ഫ്രീഡം കിട്ടാണ്ടാവുമ്പോൾ എനിക്ക് കിട്ടാത്ത പോലെയാണെന്നാണ് പറയുന്നത്. I knew that the oppressor must be liberated just as surely as the oppressed. A man who takes away another man's freedom is a prisoner of hatred. He is locked behind the bars of prejudice and narrow-mindedness. അതായത് എനിക്കറിയാം ഒപ്രസർ ആൻഡ് ദി ഒപ്രസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒപ്രസർ എന്ന് പറയുന്നത് ഇൻജസ്റ്റിസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഒപ്രസ്ഡ് എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കേസിലാണെങ്കിൽ ഒപ്രസർ എന്ന് പറയുന്നത് വൈറ്റ് പീപ്പിളാണ്, ഒപ്രസ്ഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് പീപ്പിളാണ്. ഒരാൾ വേറൊരാളുടെ ഫ്രീഡം എടുത്ത് കളയുമ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഫ്രീഡം തന്നെയാണ് ഇല്ലാണ്ടാവുന്നത്. ഒരാൾ വേറൊരാളുടെ ഫ്രീഡം എടുത്ത് കളയാന്ന് വെച്ചാൽ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഫ്രീഡം ഇല്ല, അദ്ദേഹത്തിന് ഹാപ്പിനെസ് ഇല്ല. അപ്പം മറ്റൊരാളുടെ ഫ്രീഡം എടുത്ത് കളയുന്ന ആൾ അദ്ദേഹം ഹേറ്റ്രഡിൻ്റെ അടിയിൽ അടിമപ്പെട്ടു പോവുകയാണ്. അതായത് മനുഷ്യനെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഒരു ഹേറ്റ്രഡ്, നാരോ മൈൻഡഡ്, ആ ഒരു തോട്ട്സിൻ്റെ അടിയിലൊക്കെ ഇദ്ദേഹം അകപ്പെട്ടു പോവുകയാണ്, ഇദ്ദേഹം ജയിലിലായി പോവുകയാണ്. ജയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നെഗറ്റീവ് ഫീലിങ്സിൻ്റെ അടിയിൽ അടിമപ്പെട്ടു പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും ഫ്രീ അല്ല, അദ്ദേഹം ലിബറൽ അല്ല, അദ്ദേഹം ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾസിൻ്റെ അടിയിൽ അദ്ദേഹം അടിമപ്പെട്ടു പോയി. ശരിക്കും അയാളുടെ ഫ്രീഡം എടുത്തു കളയുന്ന ആളുടെ ഫ്രീഡം തന്നെയാണ് ശരിക്കും ഇല്ലാണ്ടാവുന്നത് എന്നാണ് പറയുന്നത്.
I am not truly free if I am taking away someone else's freedom, just as surely as I am not when my freedom is taken away from me. അതായത് എൻ്റെ ഫ്രീഡം എടുത്ത് കളയുന്നത് പോലെ തന്നെയാണ് ഞാനൊരാളുടെ ഫ്രീഡം എടുത്ത് കളയുമ്പോൾ ഉണ്ടാവുന്നത്. അത് ഒപ്രസർ ആൻഡ് ദി ഒപ്രസ്ഡ് alike are robbed of their humanity. ഒപ്രസറിൻ്റെയും ഒപ്രസ്ഡിൻ്റെയും ഫ്രീഡം അത് കളയാണ്, അത് മാഞ്ഞു പോവുകയാണ്. റോബ്ഡ് ഓഫ് ദെയർ ഹ്യൂമാനിറ്റി, അവരുടെ ഹ്യൂമൻ വാല്യൂസിൽ നിന്ന് അത് മാഞ്ഞു പോവുകയാണ്. ദിസ് വാസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ, ദ ലോങ് വാക്ക് ടു ഫ്രീഡം ബൈ നെൽസൺ മണ്ടേല. മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. ഈ ബുക്ക് ദ ലോങ് വാക്ക് ടു ഫ്രീഡം അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. അതിലൊരു ചെറിയ പാർട്ട് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. So that's it. Thank you.